ഹേ ഗായ്സ്, അപ്പം ഇനി വീക്കെൻഡ് ആയിട്ട് എന്തൊക്കെ എല്ലാവരും പരിപാടി. ഞാനിതാ ഒരു സിമ്പിൾ ആയിട്ട് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് വേണ്ടത് ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിൽ കുതിർത്ത് വെക്കുക. അപ്പം ഞാൻ ഉണ്ടാക്കാനുള്ള റെസിപ്പിന്റെ പേരാണ് പുളിഞ്ചാറ്. ഈ ഒരു കറി ഉണ്ട് ഞങ്ങളെ പാലക്കാടുകാരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കറിയാണ്. ഇന്ന് നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച പുളിയില്ലേ, അതൊരു പാത്രത്തിലോട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് വെള്ളം ഒഴിച്ചിട്ട് പിഴിഞ്ഞെടുക്കാം. ഇനിയിപ്പോൾ അതവിടെ ഇരിക്കട്ടെ, ഇനി നമുക്ക് താളിപ്പിനുള്ള സാധനങ്ങൾ എന്തൊക്കെ നോക്കിയാലോ. അടുപ്പിലോട്ട് ഒരു കടായി വെക്കുക, വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകും നല്ല ജീരകം പൊട്ടിച്ചെടുക്കുക. പിന്നെ അതിലോട്ട് 2 പച്ചമുളകും 3 വറ്റൽമുളകും പിന്നെ നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച വെളുത്തുള്ളിയും കറിവേപ്പിലും ഇട്ടിട്ട് വഴറ്റി കൊടുക്കുക. ഇനിയിപ്പോൾ ഒന്നുമില്ല, നമ്മൾ നേരത്തെ പിഴിഞ്ഞ് വെച്ച പുളിവെള്ളം ഇതിലോട്ട് ആഡ് ചെയ്യുക. ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ട് ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ചേക്കാം. ഇവിടെ നമ്മൾ സിമ്പിളായിട്ടുള്ള പുളിഞ്ചാറ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ രാവിലെ നീച്ചാൽ തന്നെ നമുക്ക് ലഞ്ചിന് എന്താ കറി ഉണ്ടാക്കാന്ന് ഭയങ്കര ടെൻഷൻ ആയിരിക്കില്ലേ. പിന്നെ നമുക്ക് റിയാ ദിവസങ്ങളിലൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പി ഇട്ടത്. ഈ ഒരു കറിന്റെ അപ്പം ചോറിന് ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഉണക്കമീനില്ലേ, അതാണ്. അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് മറക്കാതെ ഫീഡ്ബാക്ക് അറിയിക്കണേ. വീഡിയോസ് ഇഷ്ടമായ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ.